ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ബനാന, ഏത്തപ്പഴം, പിന്നെ ഒരു ഈവനിങ് സ്നാക്കാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അത് നമ്മൾ പീസാക്കി കണ്ട് അതിനകത്ത് ശർക്കര പാനി വേണം, നെയ്യ് വേണം, തേങ്ങ വേണം, കുറച്ച് റവ വേണം. കണ്ടോ, ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്: ഏത്തയ്ക്ക, തേങ്ങ, റവ, ശർക്കരപ്പാനി, നെയ്യ്. തേങ്ങയൊക്കെ കുറച്ച് മതി, റവയും വേണം. ശർക്കരപ്പാനി, നെയ്യ്, ശർക്കരപ്പാനിയാക്കി വെച്ചേക്കാണ്. നെയ്യ്, ഏത്തയ്ക്ക അരിഞ്ഞു വെച്ചത് എല്ലായിട്ട് നമ്മൾ പാനടുപ്പിൽ വെച്ചു. അതിലേക്ക് നെയ്യിട്ട് കൊടുത്തിരിക്കുകയാണ്. നെയ്യൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഏത്തയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്ക ഇട്ട് കൊടുത്തു. നല്ലതുപോലെ വഴട്ടിയെടുക്കണം. നെയ്ക്കകത്ത് കിടന്നത് നല്ലതുപോലെ വഴണ്ട് വരണം. തീ കുറച്ചിട്ട് ചെയ്യണം കേട്ടോ, ചിലപ്പോൾ കരിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളത് തീ കുറച്ചിട്ട് ചെയ്യണം. നല്ലതുപോലെ വഴണ്ട് വരണം. നല്ലതുപോലെ വഴണ്ട് അത് ഉടച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കണം. കണ്ടോ, കളർ മാറിയുണ്ടോ? ഒരു യെല്ലോ കളറായിട്ടോ. കണ്ടല്ലോ, യെല്ലോ കളർ ഉണ്ട്. നല്ല കളറല്ലേ? നല്ല യെല്ലോ കളർ. നല്ലതുപോലെ വഴട്ടി 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 ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വഴണ്ട് വന്നു. കണ്ടോ, ഉടഞ്ഞു വന്നു. കണ്ടോ, ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? റവ ചേർത്ത് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് ഉടഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം. കണ്ടോ, വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് അതൊന്നും കൂടി വഴട്ടി. കളർ മാറിയില്ലേ? നല്ല കളറല്ലേ? കണ്ട, റവ നല്ലതുപോലെ അങ്ങോട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. കുറേശ്ശെ ഇടുക. അതിന് ശേഷം നല്ലതുപോലെ വഴട്ടിയെടുക്കുക. വഴണ്ടിരിക്കണം. കണ്ടോ, വഴട്ടിയെടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ അല്പം കൂടെ ചേർത്തോ കേട്ടോ. ഞാൻ കുറച്ചേ ചേർത്തോളം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇച്ചിരി ഇതായിട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക്